ഓൺലൈൻ ജോബ്, ഓൺലൈൻ ബിസിനസ് ഒക്കെ തുടങ്ങാൻ പോകുന്നവർക്ക് തീർച്ചയായിട്ടും ഒരു പേയ്പാൽ അക്കൗണ്ട് ഉണ്ടായിരിക്കണം. ഇൻ്റർനാഷണൽ ട്രാൻസാക്ഷൻ ഒക്കെ നടത്താൻ ഇത് ഉപകാരപ്പെടും. അതിനായിട്ടൊരു പേയ്പാൽ അക്കൗണ്ട് ഉണ്ടായിരിക്കണം. അപ്പോൾ എങ്ങനെ ഒരു പേയ്പാൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാമെന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം. ആദ്യം ഗൂഗിളിൽ പേയ്പാൽ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. പേയ്പാലിൻ്റെ വെബ്സൈറ്റ് വന്നിട്ടുണ്ട്. ഇത് ക്ലിക്ക് ചെയ്യാം. പേയ്പാൽ സൈറ്റ് ഇവിടെ ഓപ്പൺ ആയിട്ടുണ്ട്. ഇവിടെ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ കാണാൻ സാധിക്കും. പുതിയ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സൈൻ അപ്പ് ഫോർ ഫ്രീ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ഇവിടെ ഇപ്പോൾ ഒരു ബോക്സ് വന്നിട്ടുണ്ട്. ഇൻഡിവിജ്വൽ അക്കൗണ്ട്, ബിസിനസ് അക്കൗണ്ട്. അപ്പോൾ ഇതിലേതാണോ നിങ്ങൾക്ക് വേണ്ടത് അത് സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ ഇൻഡിവിജ്വൽ അക്കൗണ്ടാണ് സെലക്ട് ചെയ്യുന്നത്. ഓക്കെ, ഇത് സെലക്ട് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യാം. അടുത്തൊരു പേജിൽ ഇമെയിൽ ഐ ഡി ചോദിക്കുന്നുണ്ട്. നമുക്കിവിടെ നമ്മുടെ ഇമെയിൽ ഐ ഡി ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി ഇവിടെ നമ്മുടെ ഫോൺ നമ്പർ കൂടി നമുക്ക് കൊടുക്കണം. എന്നിട്ട് നെക്സ്റ്റ് കൊടുക്കാം. നെക്സ്റ്റ് പേജിൽ ഒരു OTP വന്നിട്ടുണ്ടായിരിക്കും. നമ്മൾ നേരത്തെ കൊടുത്ത ആ ഫോൺ നമ്പറിൽ OTP വന്നിട്ടുണ്ടായിരിക്കും. അതിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അടുത്ത പേജിൽ ക്രിയേറ്റ് പാസ്വേഡ് എന്ന് കാണാം. ഇതിൽ നമുക്ക് പുതിയൊരു പാസ്വേഡ് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇത് മെയിൽ ഐ ഡിയുടെ പാസ്വേഡ് അല്ല, നമുക്ക് പേയ്പാലിന് വേണ്ടിയുള്ള പാസ്വേഡാണ്. അപ്പോൾ പുതിയൊരു പാസ്വേഡ് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. പാസ്വേഡ് കൊടുത്തതിന് ശേഷം നെക്സ്റ്റ് കൊടുക്കാം. അടുത്ത പേജിൽ പേഴ്സണൽ ഇൻഫോർമേഷൻ കൊടുക്കേണ്ടതായിട്ടുണ്ട്. നാഷണാലിറ്റി, നെയിം, ഡേറ്റ് ഓഫ് ബർത്ത് തുടങ്ങിയവ നമുക്കിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഇതിന് ശേഷം നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യാം. അടുത്ത പേജിൽ അഡ്രസ്സ്, ടൗണ്, സ്റ്റേറ്റ്, പിൻകോഡ് എന്നിവയൊക്കെ ചോദിക്കുന്നുണ്ട്. അതെല്ലാം നമുക്കിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം 2 ടിക്കും കൊടുത്തതിന് ശേഷം എഗ്രി ആൻഡ് ക്രിയേറ്റ് അക്കൗണ്ട് എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ അടുത്ത ഒരു പേജിൽ ഇങ്ങനെയുള്ള ഓപ്ഷൻസ് ആണ് വരുന്നത്. ഇതിൽ നമ്മുടെ ഡെബിറ്റ് കാർഡോ അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡോ ആഡ് ചെയ്യാനുള്ള ഓപ്ഷനാണ്. നമ്മുടെ പേയ്പാൽ അക്കൗണ്ട് ഓൾറെഡി ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഞാനിപ്പോൾ ഇവിടെ കാർഡൊന്നും ആഡ് ചെയ്യുന്നില്ല. ഇനി ഞാൻ ക്രിയേറ്റ് ചെയ്ത ഈ ഒരു അക്കൗണ്ട് വേറൊരു ടാബിൽ ഓപ്പൺ ചെയ്യാം. ഇതിനായിട്ട് paypal.com എന്ന് സെർച്ച് ചെയ്യാം. ഓൾറെഡി ഞാൻ ഈ അക്കൗണ്ട് ലോഗിൻ ആയതുകൊണ്ട് അക്കൗണ്ട് ഇവിടെ ഓപ്പൺ ആയിട്ടുണ്ട്. ഇപ്പോൾ പേയ്പാലിൻ്റെ ഹോം പേജിലാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. സെൻഡ്, റിക്വസ്റ്റ് എന്ന് 2 ഓപ്ഷൻ ഇവിടെ കാണാം. സെൻഡ് ഓപ്ഷൻ വഴി നമുക്ക് ക്യാഷ് വിദേശത്തേക്കൊക്കെ ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കും. ആദ്യം നമുക്ക് ബാങ്ക് അക്കൗണ്ട് ഇവിടെ ആഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. മാത്രമല്ല അക്കൗണ്ട് ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ടെങ്കിലും കുറേ കാര്യങ്ങൾ കൂടി ചെയ്യാനുണ്ട്. ആദ്യം നമുക്ക് ബാങ്ക് അക്കൗണ്ട് ആഡ് ചെയ്യാം. നമുക്കിവിടെ ബാങ്ക് അക്കൗണ്ടോ അല്ലെങ്കിൽ കാർഡോ ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ രണ്ടും ആഡ് ചെയ്യാൻ സാധിക്കും. ഞാനിവിടെ ബാങ്ക് അക്കൗണ്ടാണ് ആഡ് ചെയ്യാൻ പോകുന്നത്. ഇതിൽ താഴോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ ലിങ്ക് കാർഡ് ഓർ ബാങ്ക് അക്കൗണ്ട് എന്ന് കാണാം. ഇത് സെലക്ട് ചെയ്യാം. ഓക്കെ, ഇതിലിപ്പോൾ 2 ഓപ്ഷൻസ് വന്നിട്ടുണ്ട്. ഇതിൽ ലിങ്ക് ബാങ്ക് അക്കൗണ്ട് എന്നുള്ളത് സെലക്ട് ചെയ്യാം. ബാങ്ക് അക്കൗണ്ട് നമുക്ക് 2 രീതിയിൽ ആഡ് ചെയ്യാം. IFSC കോഡ് ഉപയോഗിച്ച് ആഡ് ചെയ്യാം, അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ട് നെയിം, ലൊക്കേഷനൊക്കെ വെച്ച് ആഡ് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ IFSC കോഡാണ് ചൂസ് ചെയ്യുന്നത്. ഇത് കുറച്ചുകൂടി എളുപ്പമാണ്. ഇവിടെ IFSC കോഡും അക്കൗണ്ട് നമ്പരും ടൈപ്പ് ചെയ്ത് കൊടുക്കാം. നെയിം ഇവിടെ ഓൾറെഡി വന്നിട്ടുണ്ടായിരിക്കും. ഓക്കെ, ഇത് ടൈപ്പ് ചെയ്തതിന് ശേഷം ലിങ്ക് യുവർ ബാങ്ക് എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം. ഇവിടെ റിക്വസ്റ്റ് ഡെപ്പോസിറ്റ് എന്ന് കാണാം. നമ്മുടെ ബാങ്ക് അക്കൗണ്ട് കൺഫേം ചെയ്യാൻ വേണ്ടി 2 ചെറിയ തുക പേയ്പാൽ നമ്മുടെ അക്കൗണ്ടിലേക്ക് അവർ അയച്ചു തരും. അത് വന്നതിന് ശേഷം പിന്നീട് ആ 2 തുകയും ടൈപ്പ് ചെയ്ത് നമുക്ക് കൺഫേം ചെയ്യേണ്ടതായിട്ടുണ്ട്. ആ ഒരു എമൗണ്ട് നമ്മുടെ അക്കൗണ്ടിലേക്ക് വരുമ്പോൾ നമുക്കത് ചെയ്യാവുന്നതാണ്. ഈ സമയം കൊണ്ട് മറ്റ് 2 കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. ഒന്ന്, ഇമെയിൽ ഐ ഡി കൺഫേം ചെയ്യണം. 2, KYC ചെയ്യണം. ആദ്യം നമുക്ക് ഇമെയിൽ ഐ ഡി എങ്ങനെ കൺഫേം ചെയ്യാമെന്ന് നോക്കാം. ഓക്കെ, ഇതിനായിട്ട് മുകളിൽ കാണുന്ന ഹെൽപ്പ് ഓപ്ഷൻ സെലക്ട് ചെയ്യാം. ഇതിൻ്റെ സെർച്ച് ബാറിൽ ഹൗ ഡു ഐ റിസീവ് പേയ്മെൻറ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം. ഇവിടെ ഇപ്പോൾ കൺഫേം യുവർ ഇമെയിൽ എന്ന് കാണാം. ഇത് സെലക്ട് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ഇമെയിൽ ഐ ഡിയിൽ ഒരു കൺഫർമേഷൻ മെയിൽ വന്നിട്ടുണ്ടായിരിക്കും. ഇമെയിൽ ഓപ്പൺ ചെയ്ത ശേഷം കൺഫേം മൈ ഇമെയിൽ എന്നുള്ളത് സെലക്ട് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ അത് കൺഫേം ആകുന്നതായിരിക്കും. ഇപ്പോൾ ഇവിടെ ലോഗിൻ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. നമുക്ക് പേയ്പാലിൽ ഒന്നുകൂടി ലോഗിൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് പാസ്വേഡ് കൊടുത്ത് ലോഗിൻ ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ഇമെയിൽ ഐ ഡി കൺഫേം ആയിട്ടുണ്ട്. കണ്ടിന്യൂ കൊടുക്കാം. ഇനി ഐഡൻറ്റിറ്റി കൺഫർമേഷൻ കൊടുക്കാനുണ്ട്. അതായത് KYC കൊടുക്കണം. കംപ്ലീറ്റ് ഐഡൻറ്റിഫൈ കൺഫർമേഷൻ എന്നുള്ളത് സെലക്ട് ചെയ്യാം. ഇതിൽ കംപ്ലീറ്റ് യുവർ ഐഡൻറ്റിറ്റി വെരിഫിക്കേഷൻ എന്നുള്ളത് സെലക്ട് ചെയ്യാം. ഇപ്പോൾ പുതിയൊരു പേജിലേക്ക് വന്നിട്ടുണ്ട്. ഇതിൽ പേഴ്സണൽ ഇൻഫർമേഷൻ എന്നുള്ളത് സെലക്ട് ചെയ്യാം. ഓക്കെ, ഇതിൽ നമ്മുടെ നെയിം, പാൻ കാർഡ് നമ്പർ, അഡ്രസ്സ് തുടങ്ങിയവ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഇത് ടൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം സബ്മിറ്റ് കൊടുക്കാം. ഓക്കെ, ഇതിപ്പോൾ സെറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് നേരത്തെ ചെയ്ത അക്കൗണ്ടിൻ്റെ കൺഫർമേഷൻ കംപ്ലീറ്റ് ആക്കേണ്ടതായിട്ടുണ്ട്. ഇതിനായിട്ട് ഹോം പേജിലേക്ക് വരാം. സ്റ്റാറ്റസ് എന്ന് കാണാം. ഇതിൽ കൺഫേം ബാങ്ക് എന്നുള്ളത് സെലക്ട് ചെയ്യാം.
ഇവിടെ നമ്മുടെ അക്കൗണ്ടിലേക്ക് 2 തവണയായിട്ട് വന്ന ആ എമൗണ്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഫസ്റ്റ് ബോക്സിൽ ആദ്യം വന്നതും സെക്കൻഡ് ബോക്സിൽ രണ്ടാമത് വന്ന എമൗണ്ടും ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഇതിനുശേഷം കൺഫേം ക്ലിക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇത് ഓക്കെ ആയിട്ടുണ്ട്. ഡൺ എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ ഈ സ്റ്റാറ്റസ് എന്നുള്ളത് കൺഫേം ആയിട്ട് കാണാം. താഴെയായിട്ട് ഓട്ടോമാറ്റിക് ട്രാൻസ്ഫേഴ്സ് എന്നൊരു ഓപ്ഷൻ കൂടി കാണാം. ഇതിൽ അപ്ഡേറ്റ് എന്നുള്ളത് സെലക്ട് ചെയ്യാം. ഇത് എനേബിൾ ആക്കിയാൽ നമുക്ക് വരുന്ന പേയ്മെൻറ്റ്സ് ഡയറക്റ്റ് ആയിട്ട് ബാങ്ക് അക്കൗണ്ടിലേക്ക് വരുന്നതാണ്. ഓക്കെ, ഇനി സേവ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ പേയ്പാൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നതും അതിൽ അത്യാവശ്യമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളുമാണ് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.